Hi friends, welcome back to our channel. അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 11 ദ ലോ ആൻഡ് ദ സൊസൈറ്റി. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ദ ലോ ആൻഡ് ദ സൊസൈറ്റി എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. ഓക്കെ, നിയമവും അതുപോലെ സൊസൈറ്റിയും. അപ്പൊ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കി നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. അപ്പൊ എന്താണ് കൂട്ടുകാർ ഒരു കുട്ടികളൊക്കെ കൂടിയിട്ട് ഒരു ഗെയിം കളിക്കുകയാണ്. അപ്പൊ അതാണ് പിക്ചറിൽ ഉള്ളത്. ദ പിക്ചർ ഷോസ് ഫ്രണ്ട്സ് പ്ലേയിങ് കുളങ്കര. അപ്പൊ എന്താണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് കുളങ്കര കളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ റൂൾസ് ഓഫ് ദ കുളങ്കര ഗെയിം? ഈ കുളങ്കര ഗെയിം നമ്മൾ എല്ലാവരും കളിച്ചിട്ടുള്ള ഗെയിമാണ്. അപ്പൊ ആ ഗെയിമിന്റെ റൂൾസ് എന്തൊക്കെയാണ്? ജംപ് ഇൻ ടു സർക്കിൾ when say കുളം and jump back when say കര. എന്താണ് കുളം എന്ന് പറയുമ്പോൾ നമ്മൾ സർക്കിളിന്റെ ഉള്ളിലേക്ക് ചാടുക, അതുപോലെ കര എന്ന് പറയുമ്പോൾ അതിന്റെ പുറത്തേക്ക് ചാടുക. ഓക്കെ, അപ്പൊ ഇതാണ് കുളങ്കര ഗെയിമിന്റെ റൂൾസ്. those who make a fault will be out from the game. അപ്പോ ഇതിൽ നിന്ന് ആരെങ്കിലും വിപരീതമായിട്ട് കളിച്ചാൽ അവരെന്താവും? ഗെയിമിൽ നിന്ന് ഔട്ട് ആവും. ഓക്കെ, all games have certain rules. If we fail to follow the rules of the games we are involved in, can we continue to play? Like this, we have to follow certain rules and guidelines for the smooth functioning of the school. What are they? അപ്പൊ എന്താണ്? അപ്പൊ ഓരോ ഗെയിമിനും അതിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സ്കൂളിലുണ്ട്. സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ കുറച്ച് നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ നല്ലപോലെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കി നോക്കാം. ഫോളോ ദ ടൈം ഷെഡ്യൂൾ. എന്താണ്? സ്കൂളിൻ്റെതായ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാവും. 9 മണിക്ക് പോവാ, 9 മണിക്ക് ക്ലാസ്സിൽ വരിക, ദെൻ സമയമാവുമ്പോ ബ്രേക്ക് ആവുമ്പോ ബ്രേക്കിന് പോവാ. അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. അപ്പൊ ആ ഷെഡ്യൂള് ഫോളോ ചെയ്യണം. അതുപോലെ എന്താണ്? യൂണിഫോം ഇടണം. വിയർ ദ സ്കൂൾ യൂണിഫോം. നമുക്ക് തോന്നിയ ഡ്രസ് ഒന്നും ഇടാൻ പറ്റില്ല. സ്കൂളിൻ്റെതായ യൂണിഫോം ഉണ്ടാവും. അപ്പൊ അത് വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് എന്ത് പറയാം? ഒബേസ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ടീച്ചേഴ്സ്. എന്ത് ചെയ്യണം? ടീച്ചേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ ഒബേ ചെയ്യണം. മെയിൻറ്റെയിൻ ക്ലീൻലിനെസ്. നമ്മൾ എന്താണ്? ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ലോ എന്ന് നോക്കാം. നിയമം. എന്താണ് നിയമം? Just like following the rules and guidelines in school, it is essential to follow certain rules and guidelines for the survival of society. എന്താണ്? നമ്മൾ സ്കൂളിലെ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ലോ. ഇനി എന്താണ് ലോ എന്നാണ് പറയുന്നത്? Law is the accepted set of rules and regulations for the existence and smooth functioning of the society. അപ്പൊ എന്താണ്? നമ്മുടെ സൊസൈറ്റി നല്ല സ്മൂത്ത് ആയിട്ട് നല്ല പോലെ പോവണമെന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അത്തരം റൂൾസിനെയും റെഗുലേഷൻസിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. ഓക്കെ, humans are social animals. Laws are essential to ensure a better life and protection for every individual in the society. അപ്പൊ ഹ്യൂമൻ എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ ആനിമൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു സോഷ്യൽ ആനിമൽ ആണ്. അപ്പൊ ഇവിടെ നല്ലപോലെ സൊസൈറ്റിയിൽ നല്ലപോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓരോരുത്തരും ഇവിടുത്തെ ലോസ് എന്ത് ചെയ്യണം? പാലിക്കണം. Laws are meant for the welfare of everyone in the society. അപ്പൊ ഈ നിയമങ്ങളൊക്കെ എന്തിനാന്ന് വെച്ചാല് സൊസൈറ്റിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരുടെ വെൽഫെയറിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോസ്. ഓക്കെ, certain condition and restrictions on the teacher, conduct, action, freedom, rights, etc. എന്താണ്? are essential for the members of a social group. ഒരു സോഷ്യൽ ഗ്രൂപ്പ് സോഷ്യൽ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സിന് എന്ത് വേണം? ആ ഒരു ആക്ഷൻസ്, ഫ്രീഡം, അതുപോലെ റൈറ്റും എല്ലാം തന്നെ ഉണ്ട്.
പബ്ലിക് ഇൻട്രസ്റ്റ് ഓൾസോ നീഡ് ടു ബി കൺസിഡർ വൈൽ പ്രൊട്ടക്ടിങ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ എന്തും കൂടി നോക്കണം. പബ്ലിക്കിന് ഏതാണ് ഇഷ്ടം, പബ്ലിക് ഒരു കൂട്ടം ജനങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് എന്ന് നമ്മൾ നോക്കണം. ഇൻ സച്ച് കേസസ് ദ സൊസൈറ്റി നീഡ്സ് എ സിസ്റ്റം. അപ്പൊ അത്തരത്തിലുള്ള കേസസിൽ എന്താണ്, സൊസൈറ്റിക്ക് ഒരു സിസ്റ്റത്തിന്റെ സഹായം വേണം. The laws perform this function. അപ്പൊ ഈ ഫംഗ്ഷൻ ആണ് ആര് പെർഫോം ചെയ്യുന്നത്, laws perform ചെയ്യുന്നത്. What happens to the society if laws are not followed? അപ്പൊ എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ ലോസ് നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? If the rules are not followed, conflicts arise. അപ്പൊ എന്താണ്, ഓരോരോ conflicts, ഓരോരോ പ്രശ്നങ്ങൾ വരും. This endangers the existence of the society. അപ്പൊ സൊസൈറ്റിയുടെ തന്നെ എന്താണ്, നിലനിൽപ്പിന് ഇത് ബാധിക്കും. Therefore, violation of rules is punishable. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ റൂൾസ് വയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പണിഷബിൾ ആയിട്ടുള്ള, കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. Laws are formed mainly in two ways. അപ്പൊ രണ്ട് തരത്തിലാണ് ലോസ് ഉണ്ടാവുന്നത്. Laws or rules formed through social norms or practices. അപ്പൊ എന്താണ്, ലോസും റൂൾസും ഫോം ചെയ്യുക, അതെങ്ങനെയാണ്, ത്രൂ സോഷ്യൽ നോംസ് ആൻഡ് പ്രാക്ടീസസ്. ഈ സോഷ്യൽ നോംസിന്റെയും അതുപോലെ ഓരോ പ്രാക്ടീസസിന്റെയും ബേസ് ആയിട്ട് ഓരോ ലോസും റൂൾസും വരിക. അതുപോലെ തന്നെ ലോസ് ഫോംഡ് ബൈ സിസ്റ്റമാറ്റിക് മെക്കാനിസംസ്, ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെക്കാനിസത്തിലൂടെ വരുന്ന നിയമങ്ങള്. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. All the laws are existed in the ancient society were formed from norms or practices. അപ്പൊ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും വന്നത് എവിടുന്നാന്ന് വെച്ചാല് പണ്ടുണ്ടായിരുന്ന നോംസിൽ നിന്നും അതിലത്തെ പ്രാക്ടീസസിൽ നിന്നൊക്കെയാണ്. ഓക്കെ, ഇനി എന്താ, they were implemented in the society through social norms and customs. Most of the rules and laws that were part of the social order have been either changed or modified over time. What are the laws we are familiar with our daily lives? അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ട്രാഫിക് റൂൾസ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ചൈൽഡ് റൈറ്റ് ആക്ട്. അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും, ചൈൽഡ് ലേബർ ആക്ട്, അതുപോലെ പോക്സോ ആക്ട്, ക്രിമിനൽ ആക്ട്, എൻവയോൺമെന്റൽ ആക്ട് ഒക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. These laws formed. അപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ട്രാഫിക് റൂൾസ്, അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞൊക്കെ ഒരുപാട് ലോസിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലോസ് ഒക്കെ ഉണ്ടായത്, ഫോം ചെയ്തത്, നമുക്ക് നോക്കി നോക്കാം. In the modern era, such laws which are required for the nation are made by the respective governments through the state system called legislature. അപ്പൊ എന്താണ്, ഇപ്പൊ മോഡേൺ എറയില് ഇത്തരത്തിലുള്ള ലോസ് ഒക്കെ, നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോസ് ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്, സ്റ്റേറ്റ് സിസ്റ്റമായ legislature ആണ്. Okay, legislatures also make laws following strong public opinion in addition to the laws made by the governments on their initiatives. അപ്പൊ ഈ ഗവൺമെന്റിന്റെ ബേസിൽ മാത്രമല്ല ഇവര് ലോസ് ഉണ്ടാക്കുക, പബ്ലിക് ഒപ്പീനിയൻ നോക്കിയിട്ട്, ജനങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ എന്ന് നോക്കിയിട്ടും കൂടെ എന്താണ് ഇവരിങ്ങനെ ലോസ് ഉണ്ടാക്കും. Okay, ഇനി അടുത്തത് എന്താ, judgments of the court, interpretation of the law and the recommendation made by the court often contribute to the formation of new laws. അപ്പൊ എന്താണ്, ഈ കോർട്ടിൽ ഉണ്ടാവുന്ന ജഡ്ജ്മെന്റ്സ്, അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ, അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതും പുതിയ പുതിയ ലോസ് ഉണ്ടാക്കാനായിട്ട് വഴിയാക്കാറുണ്ട്. In this way, laws are also formulated through the intervention of the courts of law. അപ്പൊ എന്താണ്, ഈ വേയിൽ തന്നെ ഇപ്രകാരം
കോടതി ഇടപെടലോട് കൂടിയും അപ്പൊ എന്താണ് കോടതി ഇടപെട്ടിട്ടും ഓരോരോ നിയമങ്ങൾ ഇപ്പൊ കോടതിയിൽ എന്താ ഒരുപാട് കേസസ് ഉണ്ടാവും അപ്പൊ അതിന്റെ ബേസിൽ കോടതി ഇടപെട്ടിട്ടും എന്താ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും താഴെ എന്താ പാർലമെന്റ് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം സ്റ്റോപ്പ് ലുക്ക് പ്രൊസീഡ് അപ്പൊ എന്താണ് നമ്മള് കാണുന്ന കുറച്ച് സൈൻ ബോർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇത് എന്തൊക്കെയാണെന്ന് താഴെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ നോ സൈക്ലിംഗ് ഇവിടെ സൈക്കിൾ ചെയ്യാൻ പാടില്ല സൈക്കിൾ സവാരി പാടില്ല then രണ്ടാമത്തെ എന്താണ് നോ പെഡസ്ട്രിയൻ അതായത് കാൽനടക്കാർ നടന്നു പോവാൻ പാടില്ല then മൂന്നാമത്തെ നമുക്ക് ഫെമിലിയർ ആണ് എന്താ നോ പാർക്കിംഗ് ആണ് ഇനി നാലാമത്തെ എന്താ സ്കൂൾ നിയർ ബൈ അടുത്ത് സ്കൂൾ ഉണ്ട് എന്നത് കാണിക്കുന്നതാണ് then അഞ്ചാമത്തെ എന്താ റെയിൽവേ ക്രോസിംഗ് ആറാമത്തെ എന്താ പെഡസ്ട്രിയൻ ക്രോസിംഗ് കാൽനടയായി നടക്കുന്നവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇനി എന്താ ഏഴാമത്തെ എന്താ വിയർ സീറ്റ് ബെൽറ്റ്സ് കണ്ടാ മനസ്സിലാവും എന്താ സീറ്റ് ബെൽറ്റ് ധരിക്കണം എട്ടാമത്തെ സിമ്പിൾ ആണ് എന്താണ് ഹോൺ അടിക്കാൻ പാടില്ല നോ ഹോൺ ഒമ്പതാമത്തെ എന്താ ഹെൽമെറ്റ് ധരിക്കണം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റോഡ് സയൻസ് അപ്പൊ എന്താണ് കൂട്ടുകാർ അത് നോക്കി വെക്കുക ഇറ്റ് ഈസ് നെസസറി ടു ഫോളോ ദ റൂൾസ് ഇൻഡിക്കേറ്റഡ് ബൈ സച്ച് ടൈം ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ എന്നുള്ള ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള സയൻസിന്റെ റൂൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം ടു ഫോളോ by observing traffic rules no one can ensure one's own safety and the safety of others അപ്പൊ ഇത്തരത്തിലുള്ള ട്രാഫിക് നിയമങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സേഫ്റ്റിയും അതുപോലെ ബാക്കിയുള്ളവരുടെ സേഫ്റ്റിയും നമുക്ക് എൻഷുർ ചെയ്യാൻ നമുക്ക് ഷുവർ ആക്കാനായിട്ട് പറ്റും ഓക്കെ then അടുത്തത് പോസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണ് അപ്പൊ അത് കൂട്ടുകാരെ പ്രിപ്പയർ ചെയ്ത് നോക്കാം ഇനി എന്താ അറ്റൻഷൻ പെഡസ്ട്രിയൻസ് അതായത് കാൽനടക്കാരുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് നോക്കി നോക്കാം ഇൻ അവർ കൺട്രി വെഹിക്കുലർ ട്രാഫിക് ഈസ് വൺ ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ് അപ്പൊ എന്താണ് നമ്മുടെ രാജ്യത്ത് റോഡിന്റെ ഇടതുവശത്ത് കൂടിയാണ് എന്ത് വാഹന ഗതാഗതം ഇഫ് യു വാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് യു ക്യാൻ സീ ദ ഓൺകമിങ് വെഹിക്കിൾ ക്ലിയർലി അപ്പൊ എന്താണ് നമ്മള് റോഡിന്റെ റൈറ്റ് സൈഡിലൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുന്ന വെഹിക്കിൾസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇഫ് വി വാക്ക് ഓൺ ദ ലെഫ്റ്റ് സൈഡ് വി cannot see the vehicles coming from behind അപ്പൊ നമ്മൾ എന്താണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ബാക്കിൽ വരുന്ന വണ്ടികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല this increases the risk of accidents അപ്പൊ ഇത് എന്തുണ്ടാകും ആക്സിഡന്റ് കൂട്ടും okay if there are sidewalks use them while walking on the road അപ്പൊ എന്താണ് നടപ്പാത ഉണ്ടെങ്കിൽ റോഡിന്റെ സൈഡിൽ നടപ്പാത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ഉപയോഗിക്കണം walk only on the right side of the road if there are no sidewalks അപ്പൊ sidewalks അതായത് നടപ്പാത ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും റോഡിന്റെ റൈറ്റ് സൈഡിലൂടെ മാത്രം നടക്കുക okay more than two people together should not walk on the same side of the road എന്താണ് രണ്ടിൽ കൂടുതൽ ആൾക്കാര് ഒരു സൈഡിൽ കൂടെ ഒപ്പം നടക്കാൻ പാടില്ല do not walk through areas where pedestrians are prohibited അപ്പൊ എന്താണ് കാൽനടക്കാര് ചില സ്ഥലത്ത് പ്രൊഹിബിറ്റഡ് ആയിരിക്കും നമ്മൾ നേരത്തെ സിമ്പിൾ കണ്ടില്ലേ അപ്പൊ അതുപോലുള്ള സ്ഥലങ്ങളിൽ നടക്കാൻ പാടില്ല never walk on the road using mobile phones and headset നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കേസ് ആണ് മൊബൈൽ ഫോൺസും ഹെഡ്സെറ്റും വെച്ചിട്ട് റോഡിലൂടെ നടക്കാണ്ടിരിക്കുക cross the road only after looking first to the right and then to the left to make sure that there are no vehicles അപ്പൊ ആദ്യം എന്ത് ചെയ്യണം കൂട്ടുകാര് റൈറ്റിലേക്ക് നോക്കുക then ലെഫ്റ്റിലേക്ക് നോക്കുക then vehicles ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം റോഡ് ക്രോസ് ചെയ്യുക cross the road only at zebra crossing if there are zebra lines അപ്പൊ zebra lines എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രം എന്ത് ചെയ്യുക റോഡ് ക്രോസ് ചെയ്യുക wait for the green signal for pedestrians to cross the road in areas where the
traffic signal system is here. അപ്പൊ എന്താണ് ട്രാഫിക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം പച്ച ആയതിന്റെ ശേഷം ഗ്രീൻ സിഗ്നൽ വന്നതിന്റെ ശേഷം മാത്രം റോഡ് ക്രോസ് ചെയ്യുക. if there are foot over bridges, skywalks and underpasses designed for pedestrians use them. അപ്പൊ എന്താണ് നമ്മൾ സിറ്റീസിലൊക്കെ പോയാൽ കാണാം അവിടെ എന്തുണ്ടാവുക ഫൂട്ട് ഓവർ ബ്രിഡ്ജസ് ഉണ്ടായിരിക്കും, അതുപോലെ അണ്ടർഗ്രൗണ്ടിലൂടെ അണ്ടർ പാസസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി പെഡസ്ട്രിയൻസ് അതായത് നടന്നു പോകുന്നവര് അതൊക്കെ ഉപയോഗിക്കുക. ഇനി നമുക്ക് നോക്കാം ലോസ് ആൻഡ് ദ സൈബർ വേൾഡ്, അതായത് നിയമവും അതുപോലെ സൈബർ ലോകവും. അപ്പൊ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളും ഫേക്ക് ഇൻഫർമേഷൻസും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സൈബർ വേൾഡ് ഇപ്പൊ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഫോറിൻ നാഷണൽ അറസ്റ്റഡ് ഫോർ സൈബർ ഫ്രോഡ്. എന്താണ് സൈബർ തട്ടിപ്പ്, വിദേശ പൗരൻ അറസ്റ്റിൽ. ഓൺലൈൻ ലക്കി കൂപ്പൺ ഫ്രോഡ് ബിവെയർ. എന്താണ് ഓൺലൈൻ ഇടപാട് നടത്തുന്നവർക്ക് ലക്കി കൂപ്പൺ അയച്ച് തട്ടിപ്പ്. ബിവെയർ എന്ന് പറഞ്ഞാല് ജാഗ്രത പാലിക്കുക. ഹാക്സ് വീഡിയോ കോൾ മണി സ്റ്റോളൻ ഡിസ്റ്റിംഗ്വിഷിംഗ് ആസ് ഫ്രണ്ട്. എന്താണ് വീഡിയോ കോളിലും വ്യാജൻ സുഹൃത്തിന്റെ മുഖം കാണിച്ച് പണം തട്ടി. ഇനി അടുത്ത ഫിനാൻഷ്യൽ ഫ്രോഡ് യൂസിങ് ഫേക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ. ഫേക്ക് ആയിട്ടുള്ള വ്യാജായിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് എന്താ ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തി. അപ്പൊ കുറച്ച് എന്താണ് സൈബർ ലോകത്ത് ഉണ്ടാവുന്ന കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് സ്കാംസ് ത്രൂ സോഷ്യൽ മീഡിയ. അപ്പൊ എന്താണ് സോഷ്യൽ മീഡിയസിൽ വരുന്ന നമ്പർ ഓഫ് നമുക്ക് എണ്ണിയാ തീരില്ല അത്ര അധികം തട്ടിപ്പുകളാണ് ഇപ്പോ ഉള്ളത്. ആർ ദർ റൂൾസ് ടു റെഗുലേറ്റ് ദീസ്? എന്താണ് ഇവ നിയന്ത്രിക്കാൻ വല്ല നിയമങ്ങളും ഉണ്ടോ? നമുക്ക് നോക്കി നോക്കാം. A lot of scams takes place in internet games, mobile apps and online services. അപ്പൊ എന്താണ് ഇന്റർനെറ്റ് ഗെയിംസിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ഓൺലൈൻ സർവീസിലൂടെയും എന്താണ് ഒരുപാട് തട്ടിപ്പുകളാണ് ഇപ്പൊ നടക്കുന്നത്. The law enacted to get protection from such situation is the Information Technology Act 2000. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ ഓൺലൈൻ സ്കാംസിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ എന്താണ് ഒരു ലോ ഉണ്ട്. ആ ലോയുടെ പേരാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറയുന്ന ലോ. ഓക്കെ, find the laws are familiar with and complete the table. അപ്പൊ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലോ എഴുതാനാണ്. അപ്പൊ ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, ഒരെണ്ണം നമുക്ക് എഴുതി നോക്കാം. അപ്പൊ എന്താണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 ആണ്. അപ്പൊ അത് എൻഷുർ ചെയ്യുന്നത് എന്താണ് എൻഷുർ ദ റൈറ്റ് ഓഫ് ദ പബ്ലിക് ടു അവൈൽ ഇൻഫോർമേഷൻ. എന്താണ് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പൊ ഇനി നമുക്ക് വേറൊരു ലോ എന്തെഴുതാൻ പറ്റും? വേറൊരു ലോ നമുക്ക് എഴുതാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഫ്രം 6 to 4 years. എന്താണ് 6 മുതൽ 4 വയസ്സ് വരെയുള്ള 6 to 4 years old എന്താണ് എല്ലാ കുട്ടികൾക്കും എന്താണ് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ തന്നെ കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ഫോർ ഓൾ ചിൽഡ്രൻ വരെ മതി. ഓക്കെ, ഇനി എന്താ ട്രാഫിക് ലോസ്, സൈബർ ലോസ് എക്സെട്ര aimed at the general safety of the society. അപ്പൊ എന്താണ് ഈ ട്രാഫിക് ലോസും സൈബർ ലോസും ഒക്കെ അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ സമൂഹത്തിന്റെ സേഫ്റ്റി ആണ്. However, some laws are there for the protection of certain section of the people. അപ്പൊ എന്നാലും ചില സെക്ഷൻ ഓഫ് പീപ്പിളിന് അതായത് ഇപ്പൊ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻ ആൻഡ് their rights കുട്ടികളും അവകാശങ്ങളും. അപ്പൊ നമുക്ക് നോക്കി വെക്കാം. വയലേഷൻ ഓഫ് ചൈൽഡ് ലേബർ ആക്ട് ഹോട്ടൽ ഓണർ ഈസ് ബുക്ക്ഡ്. അപ്പൊ എന്താണ് ബാലവേല നിരോധന നിയമം ലംഘിച്ചു ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. ഡിപ്പ് ഇൻ ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആഫ്റ്റർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സർവേ റിപ്പോർട്ട്. എന്താണ് ബാലനീതി നിയമം നിലവിൽ വന്നതോടെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. സർവേ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളതാണ്.
ഇനി അടുത്തത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇസ് എൻഫോഴ്സ്. എന്താണ്? വിദ്യാഭ്യാസ അവകാശം നിയമം പ്രാബല്യത്തിൽ. ഇപ്പൊ അത് വന്നിട്ടുണ്ട്. ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് കംസ് ഇൻ ടു ഫോഴ്സ്. അതായത് ചെറിയ കുട്ടിയാകുമ്പോ വിവാഹം കഴിക്കില്ലേ, ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നു. Look at the new scholarships. Which are the laws that are referred to here? Child Labor Prohibition Act. അപ്പൊ എന്താണ്, ഏതൊക്കെ ലോസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? ഒന്ന് തന്നിട്ടുണ്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ആണ്, അതായത് ബാലവേല നിരോധന നിയമം. അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇനി എന്താ? എ സേഫ് ആൻഡ് സെക്യൂർ ചൈൽഡ്ഹുഡ് ഈസ് എ റൈറ്റ് ഓഫ് എവറി ചൈൽഡ്. അപ്പൊ എന്താ? സുരക്ഷിതമായിട്ടുള്ള ഒരു ബാല്യം എന്ന് പറയുന്നത് എന്താ? എല്ലാ കുട്ടികളുടെയും അവകാശമാണ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി സർട്ടൻ റൈറ്റ് ടു ചിൽഡ്രൻ ഫോർ ദെയർ സേഫ്റ്റി. അപ്പൊ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അവർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. Besides, many laws and mechanisms are in place to protect child rights. അപ്പൊ കുട്ടികളുടെ അവകാശം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ? ഒരുപാട് ലോസ്, ഒരുപാട് നിയമങ്ങൾ ഉണ്ട്. ഇനി എന്താണ്? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് അഥവാ ബാലവേല നിരോധന നിയമം 1986. അപ്പൊ എന്താണ് അത് പറയുന്നത്? എംപ്ലോയിങ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 14 ഈസ് എൻ ഒഫൻസ്. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് എന്താണ്? കുറ്റകൃത്യമാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു ആക്ട് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. ഫ്രീ ആൻഡ് compulsory primary education is guaranteed to children between the age of 6 to 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താ? ഫ്രീ ആയിട്ടുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ. അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് 6 to 4 അല്ല, 6 to എന്താണ്? 6 to 14 ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. നമുക്ക് നോക്കാം. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതായത് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ദ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ദ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആർ ഫങ്ഷനിങ് അറ്റ് ദ നാഷണൽ and state level respectively to protect the right of children. എന്താണ്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്താണ്? ഒരു കമ്മീഷൻ ഉണ്ട്, അതാണ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഓക്കെ, ഇനി ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ കുറിച്ചിട്ട് എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ് കൂട്ടുകാര് വായിച്ചു നോക്കുക. ഓക്കെ, പോക്സോ ആക്ടും എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, വായിച്ചു നോക്കുക. റൂൾ ഓഫ് ലോ. ഇനി അടുത്തത് എന്താ? അടുത്തത് നമുക്ക് റൂൾ ഓഫ് ലോ നോക്കാം. ലോ, നിയമത്തിന്റെ റൂൾ നോക്കാം. വി ആർ നൗ ഫെമിലിയർ വിത്ത് ഡിഫറെന്റ് ലോസ്. അപ്പൊ നമ്മളിപ്പോ എന്താണ്? പല തരത്തിലുള്ള ലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അവർ സോഷ്യൽ ലൈഫ് പ്രൊസീഡ് സ്മൂത്ത്ലി ആസ് വി ഒബേ ദീസ് റൂൾസ്. അപ്പൊ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള റൂൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നമ്മുടെ സോഷ്യൽ ലൈഫ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. All citizens are equal before the law. എന്താണ്? നിയമത്തിന്റെ മുമ്പിൽ എല്ലാ സിറ്റിസനും, എല്ലാവരും ഒരേപോലെ ഈക്വൽ ആണ്. The rule of law is a state of living subject to the equality of protection ensured by law. Okay. Next എന്താണ്? Dispute resolution mechanism അഥവാ തർക്ക പരിഹാര സംവിധാനങ്ങൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. നമുക്ക് നോക്കാം. Whom do you approach for redressal measures in case of any violation of rules in your school? അപ്പൊ നമ്മൾ എന്താണ്? നമ്മുടെ സ്കൂളില്, വിദ്യാലയത്തില് എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാൽ നമ്മൾ പരിഹാരത്തിനായിട്ട് നമ്മൾ ആരൊക്കെയാണ് സമീപിക്കുക? നമ്മൾ നമ്മളെ ക്ലാസ് ടീച്ചറിനെ സമീപിക്കും. ചില സമയത്ത് HM-നെ, ഹെഡ് മാസ്റ്ററിനെ നമ്മൾ എന്താണ്? സമീപിക്കും. Which are the agencies we approach to ensure the rule of law and find solution to the instances of disputes and conflicts in the society? അതായത്
നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാല് നമ്മൾ ആരോടാണ് ആരുടെ അടുത്താണ് നമ്മൾ അപ്രോച്ചിന് ചെല്ലുക? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വിജിലൻസ് കമ്മിറ്റി. അതുപോലെ തന്നെ നമുക്ക് ഇനി 2 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജുഡീഷ്യറി അതുപോലെ പോലീസ് ഇവരെയൊക്കെ നമുക്ക് സംരക്ഷണത്തിനായിട്ട് നോക്കി നോക്കാം. ഓക്കെ, ഇനി അടുത്തത് the duty of police is to maintain law and order. പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ലോയും ഓർഡറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. Courts have the power to resolve disputes and impose penalties and punishment. അപ്പൊ എന്താണ്? തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം പറയുന്നത് ആർക്കാണ്? പോലീസിനൊന്നുമല്ല, അധികാരം കോടതിക്ക് മാത്രമാണ് ഉള്ളത്. ഒബ്സർവ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ കോർട്ട് ഗിവൻ ബിലോ. അപ്പൊ താഴെ എന്താ? സുപ്രീം കോർട്ട് കൊടുത്തിട്ടുണ്ട്, ഹൈക്കോർട്ട് ഓഫ് കേരളയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ദ സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ലോ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. അപ്പൊ എന്താണ്? സുപ്രീം കോർട്ട് എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർട്ട്. അപ്പൊ അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. ദ ഹൈക്കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ലോ ഇൻ ദ സ്റ്റേറ്റ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോർട്ട് എന്ന് പറയുന്നത് ഹൈക്കോർട്ടാണ്. അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എറണാകുളമാണ്. ഇനി എന്താ? ഈ കോർട്സിന്റെ ഹൈറാർക്കി ഓർഡർ ആണ്. അപ്പൊ ഏറ്റവും മേലുള്ളത് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അതിന്റെ താഴെ ഹൈക്കോർട്ട്, then ഡിസ്ട്രിക്ട് കോർട്ട്, അതിന്റെ താഴെ സെഷൻസ് കോർട്ടാണ്. The chief duty of the courts is to ensure the supreme power of law. ഓക്കെ, അപ്പൊ എന്താണ്? നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് ഇനി നമ്മുടെ കോർട്ടിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത്. We can have smooth social life as we follow the rules. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റൂൾസ് ഒക്കെ നന്നായി ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്താണ്? നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള social life ഉണ്ടാവും. It is the duty of each of us to recognize this and act accordingly. അപ്പൊ എന്താണ്? ഇതൊക്കെ ഈ നിയമമൊക്കെ പാലിക്കുക എന്നുള്ളത് ഓരോരുത്തരെയും കടമയാണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ലെസൺ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ നോട്ട്സ് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.